എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികളുടെ ഭാഗമായിട്ട് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ എയിംസിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണ് നേടുന്നത് എന്നിങ്ങനെ വിവിധ സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയിംസിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നേടുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചൊരു വീഡിയോ തയ്യാറാക്കണം എന്നുള്ളത് ഇതിനു മുമ്പ് ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു അഡ്മിഷൻ നേടാം, അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിന് ഇത്തവണ അഡ്മിഷൻ ഉണ്ടോ, അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെ നേടാം എന്നിങ്ങനെ വിവിധ BSc നഴ്സിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള അഡ്മിഷനും എങ്ങനെ നേടാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വർഷം BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് മുൻ വർഷം, അതായത് കഴിഞ്ഞ വർഷം നടത്തുന്നതിനായിട്ട് ആദ്യം ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ കൂടി പിന്നീട് വൈകിയത് കാരണം BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണയും ഇതേ രീതിയിൽ തന്നെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടികളും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് നടത്താനുള്ള സാധ്യത ഇത്തവണയും കുറവാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തവണയും +2ൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അഡ്മിഷൻ നടത്തപ്പെടുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിൽ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഫുൾ മാർക്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെൻറ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏകദേശം സെൽഫ് ഫിനാൻസ് കോളേജ് നോക്കുന്ന സമയത്തും കൂടുതൽ മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ കൂടി +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് മാക്സിമം വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചില സമയങ്ങളിൽ ഈ ഒരു ചെറിയൊരു റാങ്ക് വ്യത്യാസമൊക്കെ അല്ലെങ്കിൽ ചെറിയൊരു മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ഈ ഒരു നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ചേഞ്ച് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് ഇത്തവണയും എൻട്രൻസ് ടെസ്റ്റ് നടത്താനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുന്നതിനാണ് ഇത്തവണയും സാധ്യത കൂടുതൽ. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എക്സാമിൻ്റെ സിലബസ് എങ്ങനെ ആ ഒരു സിലബസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ആരാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുക, എക്സാം നടത്താൻ ഒരു ഏജൻസി ആവശ്യമാണ്. അപ്പോൾ അതാര് നടത്തും എന്നുള്ള സംബന്ധിച്ചും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അഥവാ എൻട്രൻസ് ടെസ്റ്റ് നടത്താനായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കീമിൻ്റെ കൂടെയാണ് നടത്താനുള്ള സാധ്യത കൂടുതൽ. കാരണം സാധാരണ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ പ്രവേശന പരീക്ഷയോടെ കൂടിയാണ് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടും എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഈ ഒരു കീമിൻ്റെ, അതായത് കീം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ളതാണ് ഈ ഒരു കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കീം പ്രവേശന നടപടികളുടെ കൂടെ തന്നെ ചിലപ്പോൾ BSc നഴ്സിംഗ് കോഴ്സിലേക്കായിട്ടുള്ള അപേക്ഷ കൂടി ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു രീതിയിൽ എൻട്രൻസ് ടെസ്റ്റ് നടത്താനായിട്ട് കേരള ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. നിലവിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനമൊന്നും, അതായത് ചർച്ചകളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ +2ൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് എയിംസിൻ്റെ അഡ്മിഷൻ. അതായത് എയിംസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ്. അപ്പോൾ എയിംസിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് അവരുടേതായിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷ നടത്തിയിട്ടാണ്. അപ്പോൾ എയിംസിൻ്റേത് എന്ന് പറയുന്നത് ഈ ഒരു എയിംസ് പാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എക്സാം ഉണ്ട്, ഈ ഒരു പ്രവേശന പരീക്ഷയുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എയിംസിൻ്റെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എയിംസിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെയാണ്. എയിംസിൻ്റെ ഈ ഒരു അപേക്ഷകൾ ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും. അതായത് ഈ ഒരു ടൈമിൽ എപ്പോഴാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് ഓർമ്മയില്ല. എന്നിരുന്നാലും ഈ ഒരു എയിംസിൻ്റെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു എയിംസിൻ്റെ അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടത്തപ്പെടുന്നത് ഏകദേശം 160ഓളം സീറ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയോ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എയിംസിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എയിംസിൻ്റെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിൽ, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള എയിംസ് പാർ എന്ന് പറഞ്ഞുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ട്. അതായത് എയിംസ് പാർ എന്നാണ് ആ ഒരു എക്സാമിനേഷൻ്റെ പേര്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതുക, അതായത് അപേക്ഷ സമർപ്പിച്ച് എക്സാം എഴുതുക. എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈ ആയി അവരുടെ ആ റാങ്ക് ലിസ്റ്റിൽ
ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പൈസയിൽ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഏകദേശം 8000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ എയിംസിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ ഫീസ് വരുന്നത്, അതായത് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള ഫീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എയിംസിൻ്റെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിൽ അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ എയിംസ് പാർ എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പോൾ എയിംസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഈ ഒരു മറ്റ് സംസ്ഥാനങ്ങളിലെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം. അപ്പോൾ ചില സംസ്ഥാനങ്ങൾ ഈ ഒരു നീറ്റിൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആയിട്ടുള്ള നീറ്റ് പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചില സംസ്ഥാനങ്ങൾ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള, അതായത് ഈ ഒരു സ്വകാര്യ നഴ്സിംഗ് കോളേജുകൾ ആയിരുന്നാലും സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജുകളൊക്കെ ആയിരുന്നാലും BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നൽകുന്നത് ഈ ഒരു നീറ്റിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നൽകുന്നത്. ചില സംസ്ഥാനങ്ങൾ ഇതിനായിട്ട് നീറ്റ് കൂടാതെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷ കൂടി നടത്തുന്നുണ്ട്. കർണാടക അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ഈ ഒരു കീം പോലുള്ള അവരുടെ പ്രവേശന പരീക്ഷയിൽ തന്നെ ഈ ഒരു നഴ്സിംഗിൻ്റേത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രവേശന പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതും ഏകദേശം അതായത് ഈ ഒരു മാർച്ച് മാസത്തോടെ തന്നെ അതിൻ്റെയും അപേക്ഷകളൊക്കെ ആരംഭിക്കും. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളതാണ് MNC, അതായത് MNC അല്ല, ഈ ഒരു MNS, അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിലിറ്ററിയിൽ നേഴ്സായിട്ടുള്ള ജോലിയാണ്. ഏകദേശം ലെഫ്റ്റനൻറ്റ് പദവിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഏതൊരു പദവിയാണ് ഈ ഒരു MNS, അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ നിങ്ങൾ ആ ഒരു പരിശീലനമൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുക. നിങ്ങൾ ഏകദേശം ഒരു ലെഫ്റ്റനൻറ്റ് പദവിയിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതാണെന്നുള്ള കൃത്യമായിട്ട് ഓർമ്മയില്ല. നല്ലൊരു പദവിയിലാണ് ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ നിങ്ങൾ അതിൽ പ്രവേശനം കിട്ടുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റനൻറ്റ് ആ ഒരു പദവിയോളമാണ്, അത് ആ ഒരു പദവിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ മിലിറ്ററി നഴ്സിംഗ് സർവീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിലിറ്ററിയിലുള്ള നഴ്സിംഗ് ജോലിയാണ്. അപ്പോൾ ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള അഡ്മിഷനായിട്ട് പരിഗണിക്കുന്നത് നീറ്റിൻ്റെ സ്കോറാണ്. നീറ്റ് UG എക്സാമിനേഷനിൽ നിങ്ങൾ ക്വാളിഫൈ ആവുകയും അതുപോലെ തന്നെ കട്ട് ഓഫിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവർക്കാണ് സാധാരണഗതിയിൽ ഈ ഒരു MNS വഴി അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നീറ്റിന് എത്രത്തോളം സ്കോർ നിങ്ങൾ വാങ്ങിക്കുന്നുവോ അതനുസരിച്ചാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള അഡ്മിഷൻ കിട്ടുക. നീറ്റിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് indianarmy.in വെബ്സൈറ്റിലൂടെ, indianarmy.in എന്നാണ് തോന്നുന്നത്, ആർമി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു MNS, അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മിലിറ്ററിയുടെ, അതായത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ വഴി നിങ്ങൾക്ക് ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിന് പ്രവേശന പരീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, അതായത് നീറ്റിൻ്റെ റിസൾട്ട് വന്ന ശേഷം നീറ്റിൽ നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാലാണ് ഈ ഒരു MNS, അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് പഠിക്കണം, മിലിറ്ററി നഴ്സിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ആയി ഇരിക്കേണ്ടതുണ്ട്. അതുപോലെ നീറ്റിൽ നിങ്ങൾ കട്ട് ഓഫ് മാർക്കിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സംസ്ഥാനങ്ങൾ അവരുടേതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടതായിട്ടുണ്ട്. എയിംസ് ആണെങ്കിൽ എയിംസിൻ്റെ എയിംസ് പാർ എന്നുള്ള ആ ഒരു എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. അതിൽ ക്വാളിഫൈ ആയിരിക്കണം. അതുപോലെ അവിടെ ഒരു ലിമിറ്റഡ് സീറ്റാണുള്ളത്. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് സീറ്റിലേക്കുള്ള അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് വഴി നിങ്ങൾക്ക് മറ്റ് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഈ ഒരു വിവിധ നഴ്സിംഗ് കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിലവിൽ എൻട്രൻസ് ടെസ്റ്റ് നടത്താൻ തീരുമാനമായിട്ടില്ല. +2ൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇത്തവണയും അഡ്മിഷൻ നടത്താനുള്ള സാധ്യത. എന്തെങ്കിലും എൻട്രൻസ് ടെസ്റ്റ് സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.